നമസ്കാരം. ഞാൻ മീ ആൻഡ്ലു അലങ്കാർ ബൊട്ടിക്കിൽ നിന്നും അലങ്കാർ ബൊട്ടിക്ക് തൃശ്ശൂർ നെല്ലിക്കുന്നും അതുപോലെ തന്നെ മാളയിലുമാട്ടോ ഉള്ളത്. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് സെമി ടാസറിൽ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള കുറച്ച് സാരീസിന്റെ കളക്ഷൻസ് ആണ്. നമുക്ക് പക്ക ഫംഗ്ഷൻ വെയർ ആയിട്ട് ഉടുത്തു പോകാൻ പറ്റുന്ന സാരീസ് ആണ്. ഈസി ടു ഹാൻഡിൽ ആണ്. എന്നാൽ ടെസറിന്റേതായ ആ ഒരു ഫിനിഷിംഗ് ലുക്കിലേക്ക് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പൊ നമുക്ക് സമയം കളയണ്ട, വേഗം തന്നെ ഇന്നത്തെ കളക്ഷൻസ് കാണാം. അതിന് മുൻപായിട്ട് ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോസ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കാം. വേഗം തന്നെ ഇന്നത്തെ കളക്ഷൻസ് കാണാം. സെമി ടാസർ സാരീസിന്റെ കളക്ഷൻസിൽ ഫസ്റ്റ് ഒരു സാരി വന്നിരിക്കുന്നത് എങ്ങനെയാണ്? എല്ലാം നല്ല ബ്യൂട്ടിഫുൾ കളർ ചാർട്ട്സ് ആണ്, ബ്യൂട്ടിഫുൾ പ്രിന്റ്സ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ. ഓൾ ഓവർ ദ ബോഡി ഈ മുകളിലത്തെ ഭാഗത്തേക്ക് പ്ലെയിൻ ആണ്. പ്ലെയിനിൽ ബ്ലാക്ക് ആൻഡ് സെറി വീവിങ്ങും പോയിട്ടുണ്ട് കേട്ടോ. ഒന്നുകൂടി ക്ലോസപ്പ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. നല്ല ക്ലാസ് പ്യോർ ടെസറിന്റെ ഫിനിഷിംഗിലാണ് ഇത് വന്നിരിക്കുന്നത്. താഴേക്കാണ് ഇതുപോലത്തെ ഫ്ലോറൽ പ്രിന്റുകൾ വന്നിരിക്കുന്നത്. ബേസ് കളർ വരെ ഒരു ബ്ലഷ് പിങ്ക് ഷെയ്ഡിലേക്കാണ്. ബോർഡർ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്, ഒരു കോപ്പർ ഫിനിഷിംഗ് ബോർഡർ ആണ് വന്നിരിക്കുന്നത്. അതുപോലെ ഇതിന്റെ പല്ലു പോർഷൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്, ലൈറ്റ് ഡാർക്ക് ടോണിലേക്കാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ഡാർക്ക് ടോൺ പല്ലു ആണ് വന്നിരിക്കുന്നത്. ടാസിൽസ് അറ്റാച്ച്ഡ് ആണ്. ഈ പല്ലുവിന്റെ ഈ സെയിം തന്നെയാണ് ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ. ഇത് തന്നെയാണ് ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആൻഡ് എലഗന്റ് ആയിട്ട് നമുക്ക് കൊടുക്കാം. നല്ല ഫ്ലോയി ആയിട്ടുള്ള സാരിയാണ്. ഭയങ്കര സ്റ്റിഫ്നെസ്, ചൂടെടുക്കാം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല ക്ലാസി ആയിട്ട് നമുക്ക് കൊടുത്തു പോകാൻ പറ്റും. നല്ല ആക്സസറീസ് ഒക്കെ ഉണ്ടെങ്കിൽ പെയർ ചെയ്ത് നമുക്ക് കൊടുത്തു പോകാൻ പറ്റിയ സാരീസ് ആണ്. പ്രൈസിംഗ് വരുന്നത് 1975. നമ്മുടെ കളക്ഷൻസിൽ നെക്സ്റ്റ് ഒരു കളർ വന്നിരിക്കുന്നത് എങ്ങനെയാണ്? നല്ല ഒരു ആഷ് കളറിലേക്കാണ്, ഒരു ലൈറ്റ് ഗ്രേ ഷെയ്ഡിലേക്കാണ് വന്നിരിക്കുന്നത്. ഡിസ്ക്രിപ്ഷൻസ് എല്ലാം സെയിം തന്നെയാണ്. ഇത്രയും പാർട്ട്, ഈ മുകളിലേക്കുള്ള ഈ ഒരു പാർട്ടാണ് കുറച്ചും കൂടി ഒരു പ്ലെയിൻ ഫിനിഷിംഗ്. പ്ലെയിൻ അല്ല ആക്ച്വലി, അതിൽ ലൈറ്റ് ആയിട്ടുള്ള ആന്റിക് ഗോൾഡൻ സരീസ് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്ലാക്ക് ത്രെഡ് വീവിങ്സും പോയിട്ടുണ്ട്. ഇനി താഴെ ഭാഗത്തേക്കാണ് ഇതുപോലത്തെ ഒരു ഫ്ലോറൽ ഡിസൈൻ, നല്ല ക്ലാസി ആൻഡ് എലഗന്റ് ആയിട്ടുള്ള ഫ്ലോറൽ ഡിസൈൻ. ഗോൾഡൻ ബോർഡർ ആണ് രണ്ട് സൈഡിലേക്കും വന്നിരിക്കുന്നത്. ഇനി പല്ലു വന്നിരിക്കുന്നത് എങ്ങനെയാണ്? ലൈറ്റ് ടു ഡാർക്ക് കോമ്പിനേഷനിലേക്കാണ് ഇതെല്ലാം വന്നിരിക്കുന്നത്. ടാസൽസ് അറ്റാച്ച്ഡ് ആണ്. ഇതിന്റെ ബ്ലൗസ് പീസ് വരാം പല്ലുവിന്റെ സെയിം ഷെയ്ഡിലേക്ക് തന്നെയുള്ള ബ്ലൗസ് പീസ് ആണ്. ഒരു ടിഷ്യൂ ഫിനിഷിംഗ് പോലെ, ടിഷ്യൂ ഫിനിഷിംഗ് അല്ല ആക്ച്വലി ആന്റിക് ഗോൾഡൻ ത്രെഡ് വീവിംഗ് ആണ് പോയിരിക്കുന്നത്. ഇതിന് എന്താ പറയാ, ബോർഡേഴ്സും ഉണ്ട്, ഗോൾഡൻ ബോർഡേഴ്സും ആയിട്ട്. നല്ല ബ്യൂട്ടിഫുൾ ആൻഡ് എലഗന്റ് ആയിട്ട് നല്ല ഫ്ലോയി ആയിട്ടുള്ള സാരീസ് ആണ്, ക്ലാസി ആയിട്ടുള്ള സാരീസ് ആണ്. പ്രൈസിംഗ് വരുന്നത് 1975. സെമി ടാസർ സാരീസിൽ നെക്സ്റ്റ് ഒരു കളർ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് എങ്ങനെയാണ്? നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലൂ ഷെയ്ഡിലേക്കാട്ടോ അത് വന്നിരിക്കുന്നത്. നമുക്ക് എന്താ പറയുക, പീസ്റ്റൽ ബ്ലൂ ഷെയ്ഡ് എന്നൊക്കെ പറയില്ലേ. ഡിസ്ക്രിപ്ഷൻസ് എല്ലാം സെയിം ആണ്. താഴത്തെ പ്രിന്റ് വരുന്നത് ഇങ്ങനെയാണ്, ഗോൾഡൻ സരി ബോർഡർ ആണ് വന്നിരിക്കുന്നത്. ഇതിന്റെ എല്ലാം സെൽഫില് ഇതുപോലെ ബ്ലാക്ക് ആൻഡ് ഗോൾഡൻ ത്രെഡ്, ആന്റിക് ഗോൾഡ് ത്രെഡ് വീവിങ്സ് വരുന്നുണ്ട് കേട്ടോ ഓൾ ഓവർ ആയിട്ട്. ഇനി ഇതിന്റെ പല്ലു പോർഷൻ വന്നിരിക്കുന്നത് ലൈറ്റ് ടു ഡാർക്ക് കോമ്പിനേഷനിലേക്കാണ്. ഡാർക്ക് പല്ലു ആണ്. ബ്ലൗസ് പീസ് പല്ലുവിന്റെ സെയിം ഷെയ്ഡിലേക്ക് തന്നെയാണ് ബ്ലൗസ് പീസ് വരാം. ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആൻഡ് എലഗന്റ് ആയിട്ട് നമുക്ക് കൊടുത്തിട്ട് പോവാം. പ്രൈസിംഗ് വരുന്നത് 1975. സെമി ടാസർ സാരീസിൽ നെക്സ്റ്റ് ഒരു കളർ ചേഞ്ച് വരുന്നത് ഇങ്ങനെയാണ്, ലൈറ്റ് ബ്രൗൺ ടു ഡാർക്ക് ബ്രൗൺ കോമ്പോയിലേക്കാണ് കേട്ടോ ഇത് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ഇവിടുത്തെ ഒരു ഡാർക്കർ ബേജ് ഷെയ്ഡിലേക്കാണ് ആക്ച്വലി വരുന്നത്. ഈ ഒരു ബോഡി പോർഷൻ വരുന്നത്. താഴേക്ക് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോമ്പിനേഷനിലെ ഫ്ലവേഴ്സ് ആണ്. ഗോൾഡൻ സാരി ബോർഡർ ആണ് വന്നിരിക്കുന്നത്. ഇനി ഇതിന്റെ പല്ലു വന്നിരിക്കുന്നത് ഡാർക്ക് ബ്രൗണിലേക്കാട്ടോ വന്നിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡാണ്, കോമ്പിനേഷൻസ് ആണ് ഇതിന് വന്നിരിക്കുന്നത്. ഇനി ഇതിന്റെ ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. ബ്ലൗസ് പീസ് ആക്ച്വലി പ്ലെയിൻ അല്ല കേട്ടോ, ഒരു ഷാഡോ പ്രിന്റ് പോലെ വരുന്നുണ്ട് ബ്ലൗസ് പീസിലേക്ക്. പ്ലെയിൻ ബ്ലൗസ് പീസ് ഒക്കെയാണ് യൂഷ്വലി നമ്മൾ കാണാറ്. പക്ഷെ ഇത് അത്യാവശ്യം നല്ല ക്ലാസി ആയിട്ടുള്ള ബ്ലൗസ് പീസ് ആണ് വരാട്ടോ ഇതിന്റെ എല്ലാത്തിന്റെയും. ലൈറ്റ് ടു ഡാർക്ക് കോമ്പിനേഷനും കൂടി ആകുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഇങ്ങനെയാണ് ഈ സാരിയുടെ ഒരു ഓവറോൾ ലുക്ക് വന്നിരിക്കുന്നത്. എങ്ങനെയാണ്? നല്ല ഫ്ലൂയി ആണ്, പെട്ടെന്ന് എടുത്ത് പോകാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് സാരീസ് ആണ്. അങ്ങനെ ചൂടെടുക്കുന്ന ടൈപ്പ് ഒന്നുമല്ല, പക്ക ഫംഗ്ഷൻ വെയർ ആയിട്ടുള്ള സാരീസ് ആണ്. പ്രൈസിംഗ് വരുന്നത് 1975. സെമി ടാസർ സാരീസില് നെക്സ്റ്റ് ഒരു കളർ പ്രിന്റ് വരുന്നത്, ടൈപ്പ് ഓഫ് പ്രിന്റ് വരുന്നത് എങ്ങനെയാണ്?
ഇതിന്റെ ബേസ് ആക്ച്വലി ബേജിലേക്കാണ് വന്നിരിക്കുന്നത്. ഓൾ ഓവർ ദ ബോഡി മുകളിലത്തെ ഭാഗത്തേക്ക് ഇങ്ങനത്തെ ഡിസൈൻ, സെയിം നേരത്തെ കാണിച്ച സാരിയുടെ അതേ ഡിസൈൻ ആണ്. പക്ഷെ താഴേക്കുള്ള ആ ഒരു പ്രിന്റിനാണ് വ്യത്യാസം വന്നിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പൗഡർ ബ്ലൂ കോമ്പിനേഷനിലേക്കാണ് ഈ ഒരു പ്രിന്റ് വന്നിരിക്കുന്നത്. ഗോൾഡൻ സാരി ബോർഡേഴ്സ് ആണ്, ചെറിയ ബോർഡേഴ്സ് ആണ് രണ്ട് സൈഡിലേക്കും വന്നിരിക്കുന്നത്. ഇനി ഇതിന്റെ പല്ലു വന്നിരിക്കുന്നത് എങ്ങനെയാ കേട്ടോ, ഒരു ഗോൾഡൻ ഫിനിഷിങ്ങോട് കൂടിയ ആന്റിക് ഗോൾഡ് ഫിനിഷോട് കൂടിയ പല്ലു ആണ്. ഇനി ഇതിന്റെ ബ്ലൗസ് ആണ് ഇതിന്റെ ഹൈലൈറ്റ്. നേരത്തെ നമ്മൾ പറഞ്ഞൊരു ഷാഡോ പ്രിന്റിലാണെങ്കിൽ ഇത് വന്നിരിക്കുന്നത് ചെറിയ ചെറിയ ഈ ഇതിന്റെ ഈ ബോഡിയിലുള്ള പോലത്തെ തന്നെ ചെറിയ ചെറിയ പ്രിന്റിലേക്കാണ് വന്നിരിക്കുന്നത് വിത്ത് ബോർഡേഴ്സ് ആയിട്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് ഫംഗ്ഷൻ വെയർ ആയിട്ട് പക്ക ഫംഗ്ഷൻ വെയർ ആയിട്ട് ഉടുത്തു പോകാൻ പറ്റിയ സാരീസ് ആണ്. പ്രൈസിംഗ് വരുന്നത് 1975. സെമി ടസർ സാരീസിൽ നെക്സ്റ്റ് ഒരു കളർ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് എങ്ങനെയാണ്, ഇതിന്റെ എല്ലാത്തിന്റെയും ബേസ് ഷെയ്ഡ് ബേജ് ആട്ടോ വരുന്നത്. ബേസ് ഷെയ്ഡിലേക്കാണ്. പിന്നെ ആ ഒരു ബ്ലാക്ക് ത്രെഡ് വീവിങ്സ്, ഗോൾഡൻ സാരി വീവിങ്സ് ഒക്കെ കോമൺ ആണ് ഇതിന് വന്നിരിക്കുന്നത്. പിന്നെ പ്രിന്റുകൾക്കാണ് വ്യത്യാസം വരുന്നത്. ഈ പ്രിന്റും നേരത്തെ കാണിച്ച സെയിം ആ പൗഡർ ബ്ലൂവിന്റെ ഷെയ്ഡ് പ്രിന്റ് തന്നെയാണ് വരുന്നത്. നല്ല ഭംഗിയുള്ള ഒരു എന്ത് ഷെയ്ഡ് എന്നാ പറയാ, ഒരു ഞാവൽപ്പഴത്തിന്റെ ഉള്ളിലത്തേക്ക് ഒരു കളർ എന്ന് നമ്മൾ പറയില്ലേ, അതാണ് കറക്റ്റ് കളർ വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോമ്പിനേഷൻ ആണ് ഈ ലീഫ് പാറ്റേൺ വന്നിരിക്കുന്നത്. സറി ബോർഡേഴ്സ് ആണ്, ഗോൾഡൻ സറി ബോർഡേഴ്സ് ആണ് രണ്ട് സൈഡിലേക്കും. പല്ലു പോർഷൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്, ബേസ് ഫിനിഷിംഗ് തന്നെയാണ് പല്ലു പോർഷൻ വന്നിരിക്കുന്നത്. ബ്ലൗസ് ആണ് ഇതിന്റെ ഹൈലൈറ്റ് വരുന്നത്. ചെറിയ ചെറിയ ലീഫ് പാറ്റേൺ ആണ് ഇതിന്റെ ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് വിത്ത് സറി ബോർഡേഴ്സുമായിട്ട്. നല്ല ബ്യൂട്ടിഫുൾ ആൻഡ് എലഗന്റ് ആയിട്ട് നമുക്ക് ഉടുത്തു പോവാം. പ്രൈസിംഗ് വരുന്നത് 1975. സെമി ടസർ സാരീസിലെ നെക്സ്റ്റ് ഒരു കളർ വന്നിരിക്കുന്നത് എങ്ങനെയാണ്, ഇതിന്റെ എല്ലാത്തിന്റെയും ബേസ് വരുന്നത് ബേസ് ഷെയ്ഡിലേക്കാണ്. ഡിസ്ക്രിപ്ഷൻ സെയിം തന്നെയാണ്. ഇതിന്റെ പ്രിന്റുകളുടെ കളറുകൾക്കാട്ടോ വ്യത്യാസം വരുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡിലേക്കാണ് വന്നിരിക്കുന്നത്. ചെറിയ ബോർഡേഴ്സ് ആണ് രണ്ട് സൈഡിലും വന്നിരിക്കുന്നത്. പല്ലു വന്നിരിക്കുന്നത് ആ ബേസ് കോമ്പിനേഷനിലേക്ക് തന്നെ ഒരു ഗോൾഡൻ ഫിനിഷിംഗിലാണ് വന്നിരിക്കുന്നത്. ടാസിൽസ് അറ്റാച്ച്ഡ് ആണ്. ഇനി ഇതിന്റെ ബ്ലൗസ് പീസ് വരാം ഇതുപോലത്തെ പ്രിന്റഡ് ആയിട്ടുള്ള ബ്ലൗസ് പീസ് ആണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ല എലഗന്റ് ആയിട്ട് നിൽക്കുന്ന ടൈപ്പ് ഓഫ് ബ്ലൗസ് പീസ് ആണ് ഇതിന് വന്നേക്കുന്നത് കേട്ടോ. വിത്ത് ബോർഡേഴ്സ് ആയിട്ടാണ് ബ്ലൗസ് പീസ് വരുന്നത്. ഇനിയാണ് സാരിയുടെ ഒരു ഓവറോൾ ലുക്ക് വരുന്നത് എങ്ങനെയാണ്, പ്രൈസിംഗ് വരുന്നത് 1975. സെമി ടസർ സാരീസിൽ നെക്സ്റ്റ് ഒരു കളർ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് എങ്ങനെയാണ്, ബേജ് ആണ് ബേസ് കോമ്പിനേഷൻ വരുന്നത്. ഇതിന്റെ പ്രിന്റുകൾ എങ്ങനെയാണ് വരുന്നത് കേട്ടോ, ഒരു പീച്ച് കൂടിയ ബ്രൗണിഷ് ഷെയ്ഡിലേക്കാണ് ഇത് വന്നിരിക്കുന്നത്. ബോർഡേഴ്സ് ഗോൾഡൻ ബോർഡേഴ്സ് ആണ് രണ്ട് സൈഡിലേക്കും വന്നിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റ് ആണ്. ശരിക്കും പ്യോർ ടെസറിന്റെ ദേസി ടെസറിന്റെ ഒക്കെ ഷെയ്ഡിലേക്കും ഈ ഒരു പ്രിന്റും കൂടി വരുമ്പോൾ നല്ല റിസൾട്ട് കാണാനായിട്ട്. പല്ലു വന്നിരിക്കുന്ന ഒരു ഗോൾഡൻ ഫിനിഷിംഗ് പല്ലു ആണ്, ടാസിൽസ് അറ്റാച്ച്ഡ് ആണ്. ഇനി ഇതിന്റെ ബ്ലൗസ് പീസ് വരാം ഇങ്ങനെയാണ് കേട്ടോ. പ്രിന്റഡ് ആയിട്ടുള്ള ബ്ലൗസ് പീസ് ആണ് വിത്ത് ബോർഡേഴ്സ് ആയിട്ട്. നല്ല ബ്യൂട്ടിഫുൾ ആൻഡ് എലഗന്റ് ആയിട്ട് നമുക്ക് കൊടുത്ത് പോവാം. പക്ക ഫംഗ്ഷൻ വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ സാരീസ് ആണ്. പ്രൈസിംഗ് വരുന്നത് 1975. ഇന്നത്തെ നമ്മുടെ എല്ലാ കളക്ഷൻസും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതിൽ ഏതെങ്കിലും കളക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ നമ്മുടെ താഴെയുള്ള ടൈറ്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. നമുക്ക് വാട്സ്ആപ്പ് ചെയ്യാം. കൂടുതൽ ഗൈഡൻസും ഡീറ്റെയിൽസും വാട്സ്ആപ്പിലൂടെ ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. ഇനിയും നല്ല ഭംഗിയുള്ള അടിപൊളി കളക്ഷൻസുമായി വീണ്ടും കാണാം. അതുവരെയ്ക്ക് എല്ലാവരും സേഫ് ആയിട്ടിരിക്കാം. താങ്ക് യു സോ മച്ച്.